അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ഉപകരിക്കുന്ന, ജീവിതത്തിൽ ചെയ്തിട്ട് ഫലം കണ്ട വളരെ എഫക്റ്റീവായിട്ടുള്ള ആത്മീയ ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കെല്ലാം ഓതാൻ അറിയുന്ന ഖുർആനിലെ 18-ാമത്തെ സൂറത്തായ 118 ആയത്തുകളുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച ഓതൽ സുന്നത്തുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുഅക്ക് മുൻപ്, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഓതൽ സുന്നത്തായൊരു കാര്യമാണ്. മഹത്തായൊരു സുന്നത്തുള്ളൊരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ഈ സൂറത്തിൻ്റെ അത്ഭുത ഫലങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കടം പെരുകി വിഷമിക്കുന്നവൻ, സാമ്പത്തിക വരുമാനം ഇല്ലാത്തവർ, ജീവിത നിലവാരം മെച്ചപ്പെടാത്തവർ ഈ ഒരു രൂപത്തിൽ സൂറത്തുൽ കഹ്ഫ് ഓതുക. ഇങ്ങനെ ഓതിയാൽ തീർച്ചയായും ഫലം കണ്ടിരിക്കും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. ആദ്യമായി വീഡിയോ ശ്രദ്ധിച്ച് മനസ്സിലാക്കി കാണുക. വെള്ളിയാഴ്ച ദിവസം സുബ്ഹ് ഖളാ ആകാതെ നിസ്കരിക്കുക. വെള്ളിയാഴ്ചയാണ് ഈ അമൽ തുടങ്ങേണ്ടത്. സുബ്ഹി നിസ്കരിച്ച ഉടനെ തന്നെ സൂറത്തുൽ കഹ്ഫ് ഒരു തവണ ഓതുക. ഇതേ പ്രകാരം അടുത്ത വെള്ളിയാഴ്ച വരെ സുബ്ഹി ഖളാ ആക്കാതെ നിസ്കരിക്കുക. അതിനർത്ഥം ബാക്കിയുള്ള ഇത് ഓതാത്ത ടൈമിൽ ഖളായി നിസ്കരിക്കണം എന്നല്ല. എല്ലാവരും സുബ്ഹ് ഒരു വക്ത് 5 വക്ത് നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. റബ്ബുൽ ആലമീനായ നമ്മുടെ നാഥൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഏകദേശം 8 ദിവസം തുടർച്ചയായി സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ കടം തകർന്നടിയുമെന്നാണ് മഹാന്മാർ പറയുന്നത്. എത്ര കടമുണ്ടെങ്കിൽ അത് വീട്ടാനുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. വരുമാനത്തിൽ വർധന ഉണ്ടാകും, മതിപ്പുയരും, ജീവിത നിലവാരം ഉയർച്ചയിലെത്തും. കൂടാതെ അവൻ്റെ ഹൃദയവും ഖബറും പ്രകാശിക്കും. ഹൃദയം പ്രകാശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം നല്ല ഈമാനിൻ്റെ വെളിച്ചം ഉണ്ടാകും. അവൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല മുഖത്തും അത് പ്രത്യക്ഷപ്പെടും. നല്ലൊരു മനസ്സിനുടമയായിരിക്കും. അതുപോലെ ഖബറും പ്രകാശിക്കുന്നതാണ്. ഖബർ ജീവിതം നല്ലൊരു റാഹത്തിലാവും ഇൻഷാ അല്ലാഹ്. മുഴുവൻ പ്രശ്നങ്ങളിൽ നിന്നും സുരക്ഷിതനാകും. മലക്കളുടെ പ്രാർത്ഥന എപ്പോഴും ലഭിക്കും. രോഗവിപത്തിൽ നിന്നും മുക്തി ലഭിക്കും. ശ്വാസകോശ രോഗം, വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം തുടങ്ങിയ അസുഖങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒരാഴ്ച ഓതി ഫലം കണ്ടില്ലെങ്കിൽ പിന്നത്തെ ആഴ്ച വീണ്ടും സൂറത്തുൽ കഹ്ഫ് മേൽ പറഞ്ഞ പ്രകാരം വീണ്ടും ഓതുക. ഏകദേശം സൂറത്തുൽ കഹ്ഫ് 3 ആഴ്ച ഇപ്രകാരം ഓതിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഏതാഗ്രഹവും സാധിക്കും. ഈ കാര്യം ഗൗരവമായി എടുക്കണം. ഇത് ഓതിക്കൊണ്ടിരിക്കുന്ന സമയം നിസ്കാരം ഖളാ ആക്കരുത്, ഒഴിവാക്കരുത്. 5 വക്ത് നിസ്കാരവും കൃത്യമായി നിസ്കരിക്കുക, എന്നാലേ ഫലം കിട്ടുകയുള്ളൂ. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ സൂറത്തുൽ കഹ്ഫ് ഓതുക. ഫലം അനുഭവിച്ചറിയുക നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും റബ്ബുൽ ആലമീനായ സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.